അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA മേധാവി ജോൺ റാറ്റ്ക്ലിഫ് റഷ്യ സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മോസ്കോ സന്ദർശനത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്നാണ് ക്രെംലിൻ ഇപ്പോൾ ആ വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു വാർത്ത വരാനുള്ള കാരണം മുൻപും 2021 ഏറ്റവും അവസാനമായിട്ട് അന്നത്തെ CIA മേധാവി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംവദിച്ചു എന്നും അതല്ല ഉദ്യോഗസ്ഥരുമായിട്ടാണ് സംവദിച്ചത് എന്നും അദ്ദേഹം മോസ്കോയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഈ സന്ദർശനം കഴിഞ്ഞ് കൃത്യം 3 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം പുതിയ ഒരു പ്രത്യക്ഷത്തിൽ ഈ രണ്ട് രാഷ്ട്രങ്ങളും വലിയ ശത്രുത എന്ന് തോന്നിപ്പിക്കുമെങ്കിലും അന്തർധാര വളരെ സജീവമാണ് എന്ന് പുറം ലോകത്തേക്ക് എപ്പോഴും വാർത്തകൾ ഉണ്ടാവാറുണ്ട്. പലതരത്തിൽ ഈ രണ്ട് രാഷ്ട്രങ്ങളും സഹകരിക്കുകയും രഹസ്യബന്ധം, പ്രത്യേകിച്ച് ട്രംപും പുടിനും തമ്മിൽ ഒരു പ്രത്യേക ഒരു പ്രത്യേക ആത്മസുഹൃത്തുക്കളെ പോലെ ഒരു ബന്ധം പുലർത്തുന്നു എന്നൊക്കെയാണ് ഈ ചില വാക്കുകളും ചില വർത്തമാനങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിഴലിച്ച് നിൽക്കാറുണ്ട്. അതിനിടെയാണ് ഈ പറയുന്ന CIA മേധാവി ജോൺ റാറ്റ്ക്ലിഫ് അദ്ദേഹം മോസ്കോ സന്ദർശിക്കുന്നത്. ഇത് തനിക്കറിയാം, ഇത് അറിയില്ല എന്നാണ് അമേരിക്ക പറഞ്ഞതെങ്കിലും പക്ഷെ അറിയാം എന്നും മാത്രമല്ല പുടിനുമായി സന്ദർശനം നടത്തിയെന്ന് പോലും റഷ്യ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് റഷ്യ ഇനി അമേരിക്കയെ പ്രകോപിപ്പിക്കാനോ ചിന്തിപ്പിക്കുവാനോ ഒക്കെ പറഞ്ഞതാണോ, ഇനി വാസ്തവമുണ്ടെന്നോ ഒക്കെ പിന്നീട് വരേണ്ട കാര്യമാണ്. ഇരു രാജ്യങ്ങളിലെയും ഇന്റലിജൻസ് ഏജൻസികൾ ഇതേക്കുറിച്ച് ആശയവിനിമയം നടന്നിരുന്നതായും റഷ്യൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ വ്യോമസേനയുടെ C-17 സൈനിക വിമാനം മോസ്കോയിൽ എത്തിയതായും അതിൽ CIA മേധാവി ഉണ്ടായിരുന്നു എന്നുമുള്ള വാർത്തകളുമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സന്ദർശനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുമില്ല. സന്ദർശന വേളയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി റാറ്റ്ക്ലിഫ് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. എന്നാൽ US ചാരസംഘടന മേധാവിയുമായി റഷ്യൻ ഇന്റലിജൻസ് നടത്തിയ ചർച്ചകളെ അനുകൂലമായ വികാസം എന്നാണ് റഷ്യൻ നേതാവ് പെസ്കോവ് വിശേഷിപ്പിക്കുന്നത്. ഫ്ലൈറ്റ് റഡാർ 24 നിന്നുള്ള വിവരങ്ങൾ പ്രകാരം US സൈനിക വിമാനം ലാത്വിയ വഴിയാണ് മോസ്കോയിലെത്തുന്നത്. ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനാണ് റാറ്റ്ക്ലിഫ് എത്തിയത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും CIA ഇതുവരെ ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. 2021 നവംബറിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അന്നത്തെ CIA മേധാവി വില്യം ബേൺസ് മോസ്കോ സന്ദർശിച്ച് പുടിനുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഒരു US ചാരസംഘടനാ തലവൻ നടത്തുന്ന ആദ്യ പരസ്യ മോസ്കോ സന്ദർശനം കൂടിയാണിത്. ബേൺസിന്റെ സന്ദർശനം കഴിഞ്ഞ് 3 മാസത്തിന് ശേഷമായിരുന്നു റഷ്യ ഉക്രൈൻ അധിനിവേശം ആരംഭിക്കുന്നത്. മുതിർന്ന US ഉദ്യോഗസ്ഥന്റെ യാത്ര പ്രമാണിച്ച് മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ്, വടക്കൻ റഷ്യൻ മേഖലകൾ എന്നിവിടങ്ങളിലെ വ്യോമാക്രമണങ്ങൾ 3 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ അമേരിക്ക ഉക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഉക്രൈൻ ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യകക്ഷികൾക്കെതിരെ റഷ്യ പ്രകോപനപരമായ നടപടികൾക്ക് മുതിർന്നേക്കാമെന്നാണ് US ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയത്. ഈ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സന്ദർശനം. കൂടാതെ റഷ്യ ഇറാൻ ബന്ധം, ട്രംപ് പുടിൻ ഭരണകൂടങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായ പശ്ചാത്തലവും ഈ ദൗത്യത്തിന് പിറകിലുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും അമേരിക്കൻ ഇന്റലിജൻസ് മേധാവി ഒരു ശത്രു രാഷ്ട്രം സന്ദർശിക്കുക, അതിൻ്റെ ഇന്റലിജൻസ് വൃത്തങ്ങളുമായി ചർച്ച നടത്തുക എന്ന് പറയുമ്പോൾ അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇതൊരു സൗഹൃദത്തിൻ്റെ ഭാഗമാണോ, ഇനി ഏതെങ്കിലും തരത്തിലുള്ള അനുരഞ്ജനത്തിൻ്റെ ഭാഗമാണോ, ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംവാദങ്ങളുടെ അല്ലെങ്കിൽ ഇടപഴകലുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള മീഡിയേറ്ററായിട്ട് ഇത്തരം ഉദ്യോഗസ്ഥരുടെ സന്ദർശനത്തെ പലരും മാറ്റാറുണ്ട്. അതിനുള്ളതാണ്. ഏതായിരുന്നാലും എന്ത് തന്നെയാണെങ്കിലും അമേരിക്കയെ പോലെ ഒരു രാഷ്ട്രം ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. അത് വരും ഭാവിയിൽ നമുക്ക് കണ്ടറിയാം എന്നാണ് വിശ്വസിക്കുന്നത്. ദൂരങ്ങൾക്കപ്പുറം വളരുന്ന ബന്ധങ്ങൾ. ഏവർക്കും ഫെഡറൽ ബാങ്കിന്റെ ഓണാശംസകൾ.